ഡോക്ടർ മോഹൻ വർഗീസ്, ഹോർമൂസിനെ ചൊല്ലിയുള്ള തർക്കം കീറാമുട്ടിയായി നിൽക്കുമ്പോൾ പുതിയൊരു ആശയവുമായി ഒമാൻ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ഹോർമൂസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളും ഹോർമൂസിൻ്റെ തീരത്തുള്ള രാജ്യങ്ങളും ചേർന്നുള്ള ഒരു കുറുമുന്നണിയാണ് ആശയം. അതിൽ ഇറാനും ഇറാഖും ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സുരക്ഷിതമായ കപ്പൽ യാത്രയും വാണിജ്യവും ഈ രാജ്യങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാകും. ഫലത്തിൽ ഹോർമൂസിൽ ഒരു പങ്കുമില്ലാത്ത അമേരിക്ക ഇവിടെ വേണ്ട എന്ന് പറയുകയല്ലേ? അമേരിക്കയാണല്ലോ ഇപ്പോൾ ഈ ഹോർമൂസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ്റെ കപ്പലുകളെ മാത്രമേ തടസ്സപ്പെടുത്തൂ എന്ന് പറയുമ്പോഴും അമേരിക്കയ്ക്ക് ഹോർമൂസിൽ എന്ത് കാര്യമെന്ന് പരോക്ഷമായി ചോദിക്കുക കൂടിയല്ലേ ഒമാൻ? ഏറ്റവും നിർണായകമായ ഈ ചോദ്യം, അതായത് അമേരിക്കയ്ക്ക് ഹോർമൂസിൽ എന്ത് കാര്യം, എത്ര ആവർത്തി ഈ പങ്ക്തിയിൽ ഞാൻ ചോദിച്ചതാണ്. അന്ന് ഞാൻ ഓർക്കുന്നു, പല ആവർത്തി ഇങ്ങനെ ഒരു പരിഹാരം ഇപ്പോൾ ഒമാനും ഇറാനും തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു വിഷയം എത്രയോ മുൻപ് തന്നെ ഈ പങ്ക്തിയിൽ കൈകാര്യം ചെയ്തതാണ്. ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. കാലാകാലങ്ങളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മേഖലയിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഹോർമൂസ് എന്ന കടലിടുക്കിനോട് അഭിമുഖമായി നിൽക്കുന്ന 3 രാജ്യങ്ങൾ, വടക്ക് ഭാഗത്ത് ഇറാൻ, തെക്ക് ഭാഗത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഒമാനും. ഈ ഹോർമൂസിലൂടെ പ്രവേശന കവാടത്തിൽ കൃത്യമായി ആദ്യം വരുന്നത്, പുറംകടലിൽ നിന്ന് വരുമ്പോൾ കാണുന്നത് ഒമാനാണ്. ദക്ഷിണ ഭാഗത്ത് വടക്ക് ഇറാനാണ്. ആ ഹോർമൂസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പിന്നീട് UAE തീരത്തു കൂടി വേണം പോകാൻ. ഇപ്പോഴത്തെ ഈ അമേരിക്ക നിർദ്ദേശിക്കുന്ന പാതയിൽ ഇറാൻ്റെ സമീപത്തു കൂടെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ ചേർന്ന് ഒരു ധാരണയിൽ എത്തുകയല്ലേ നല്ലത് എന്ന ചിന്തയാണ് ആവിഷ്കരിച്ചത്. അതിപ്പോൾ ഔപചാരികമായി ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകളിലാണ്. ഒമാൻ്റെ ഒരു പ്രതിനിധി സംഘം ഇപ്പോൾ ടെഹ്റാനിലുണ്ട്, ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ട്. അവർ കുലങ്കഷമായി ചർച്ചകൾ നടത്തുന്നു. ആ ഒരു സമയം നിർണായകമായ സമയമായി അമേരിക്ക കാണുന്നു എന്നത് ശുഭോദർക്കമായ കാര്യമാണ്. ഇനിയിപ്പോൾ ട്രംപ് എന്ത് പറയുന്നു എന്നുള്ളത് നോക്കണ്ട. പക്ഷേ യഥാർത്ഥത്തിൽ 14 ദിവസം 14 രാത്രികളിൽ തുടർച്ചയായി ഉണ്ടായ ആക്രമണം കഴിഞ്ഞ രാത്രി ഉണ്ടായില്ല. ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ്റെ കാര്യമായ നഗരങ്ങളൊന്നും തന്നെ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്നും വലിയ ആക്രമണം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ എന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധ ഇപ്പോൾ പൂർണ്ണമായും ഹോർമൂസിലേക്കാണ്. നോക്കൂ, ഇതിലെ രസകരമായ വസ്തുത, ഹോർമൂസിനെ ചൊല്ലി ആയിരുന്നില്ല ഇറാനും അമേരിക്കയും തമ്മിലോ ഇറാനും ഇസ്രയേലും തമ്മിലോ ഉള്ള പ്രശ്നം. ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു വിഷയം. ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണമായിരുന്നു വിഷയം. അതിൽ നിന്ന് വിജയകരം ആയി, ഞാൻ വീണ്ടും പറയുന്നു, വിജയകരമായി ആ കുന്തമുന, ആ പ്രശ്നത്തിൻ്റെ കുന്തമുന ഹോർമൂസിലേക്ക് തിരിച്ചു വെച്ച ഇറാനിയൻ സ്ട്രാറ്റജി പലപ്പോഴും ഒരുപാട് അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചു എങ്കിലും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായിരുന്നു. അപ്പോൾ ഹോർമൂസ് ചർച്ച ചെയ്യാൻ അമേരിക്ക ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നു. ഇപ്പോൾ ആണവ വിഷയങ്ങളല്ല, ഹോർമൂസാണ് ചർച്ച. എങ്ങനെയെങ്കിലും ഹോർമൂസിലൂടെ ഒരു സുഗമമായ യാത്രാപഥം ഒരുങ്ങട്ടെ. അത് ഗൾഫ് രാജ്യങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു എക്സിറ്റ് പോയിൻ്റ് ആകും. അവരുടെ എണ്ണ കൊണ്ടുപോകണം. അതുകൊണ്ട് മേഖലയിലെ രാജ്യങ്ങളെല്ലാം ചേർന്ന് തീരുമാനമെടുക്കട്ടെ. ഇത് തന്നെയാണ് പലപ്പോഴും ഞാൻ ആവിഷ്കരിച്ചുകൊണ്ടിരുന്ന ഒരു ചിന്ത. അതിപ്പോൾ ഗൗരവമായി തന്നെ പരിഗണിക്കപ്പെടുന്നു ഈ രാജ്യങ്ങൾ. അപ്പോൾ ഇവിടെ 2 രാജ്യങ്ങൾ മാത്രം തമ്മിലാണ് ഇപ്പോൾ ചർച്ച. ആ ചർച്ചയുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചർച്ചകൾ നീങ്ങുന്നത്, ഇപ്പോൾ മനസ്സിലാക്കുന്നത് ചർച്ചകൾ നീങ്ങുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക നേരിട്ട് ഇടപെട്ടിട്ടില്ല, അമേരിക്കയും ഇറാനും തമ്മിൽ വേറെ ചർച്ചയുണ്ട്. ഇതല്ല, ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഭാവി ചർച്ചകൾ ഉണ്ടാകും. ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ധാരണ ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ എങ്ങനെയാണ് യുദ്ധം നിർത്തുക? അതൊക്കെ ധാരണയില്ലാതെ, ഏകപക്ഷീയമായി ഒരു ധാരണയുമില്ലാതെ അമേരിക്ക പിൻവാങ്ങിയാൽ പൂർണ്ണമായി അമേരിക്കയുടെ മുഖം നഷ്ടപ്പെട്ടു എന്നും പിന്നീട് ആരും അമേരിക്കയെ വകവെക്കില്ല എന്നും കൂടെ ഓർക്കണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ച. ഒമാൻ ആൻഡ് ഇറാൻ അവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഇനി ഭാവിയിൽ ഗൾഫ് രാജ്യങ്ങളിലെ കപ്പലുകൾ വെളിയിലേക്ക് പോകും, ഹോർമൂസ് കടന്ന്. വേണമെങ്കിൽ വെളിയിൽ നിന്ന് ചരക്കുകളുമായി അകത്തേക്കെത്തും, ഹോർമൂസ് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് എത്തും. ഈ 8 രാജ്യങ്ങളുടെ കപ്പലുകളാണ് എത്തുന്നത്. മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ എണ്ണ കൊണ്ടുപോകാൻ എത്തുന്നതാണ്. പക്ഷേ ഈ രാജ്യങ്ങൾ, ഈ 8 രാജ്യങ്ങൾ വരികയാണ്. ഇറാൻ വടക്ക്, ഇറാഖ്
അതിന് തൊട്ട് തെക്ക് ഇറാഖിൻ്റെ ചെറിയൊരു ഭാഗം ഹോർമൂസിലേക്ക് നിൽപ്പുണ്ട്. അതുപോലെ കുവൈറ്റ്, അത് GCC മേഖലയിലെ രാജ്യമാണ്, അതങ്ങ് ഉള്ളിലാണ്. പിന്നീട് തെക്കൻ കടലുകളിൽ, അതായത് തെക്കൻ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഗൾഫിൻ്റെ തെക്കു ഭാഗത്ത് സൗദി അറേബ്യ, അതിനുള്ളിൽ സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് കടലിലേക്ക് ജട്ട് ഔട്ട് ചെയ്ത് നിൽക്കുന്ന 2 രാജ്യങ്ങൾ. ഒന്ന് സൗദി അറേബ്യയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം ഖത്തർ, അത് സാമാന്യം വലിപ്പമുള്ള ഒരു ദ്വീപ് പോലെ ഇരിക്കുന്നതാണ്, പക്ഷേ ലാൻഡുമായി കണക്റ്റഡ് ആണ് ഖത്തർ. ഒരു ദ്വീപ് രാജ്യമായ ബഹ്റൈൻ, ചിതറിക്കിടക്കുന്ന ദ്വീപ സമൂഹങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ ശക്തമായ സമ്പദ് വ്യവസ്ഥയുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അത് ഹോർമൂസിന് അഭിമുഖമായി ഹോർമൂസിൻ്റെ ദക്ഷിണ ഭാഗത്തെ കിടക്കാണ്, പേർഷ്യൻ ഗൾഫിൻ്റെ തെക്കൻ ഭാഗത്ത്, തെക്ക് കിഴക്കൻ ഭാഗത്ത് ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന, പുറം കടലുമായി ബന്ധമുള്ള, അതായത് ഗൾഫ് ഓഫ് ഒമാൻ അതിനോട് ചേർന്ന് കിടക്കുന്ന, എന്നാൽ ഹോർമൂസിൽ ഒമാൻ്റെ ഒരു ഭാഗം ഹോർമൂസിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്, ഹോർമൂസ് ഭാഗത്തേക്ക് തള്ളി നിൽപ്പുണ്ട്. UAEയുടെ ഭാഗവുമുണ്ട്, ഒമാൻ്റെ ഭാഗവുമുണ്ട്. പക്ഷേ ടെറിട്ടോറിയൽ കണ്ടിന്യൂറ്റി ഇല്ലാതെ ഒമാൻ്റെ ചില ഭാഗങ്ങൾ ഹോർമൂസിലേക്ക് തള്ളി നിൽക്കുന്നു. അതിനിടയിൽ UAE ഉണ്ട് എന്നോർക്കണം. അവിടെയാണ് ഫിജൈറ തുറമുഖമൊക്കെ ഉള്ളത്, UAEയുടെയാണ്. അത് ഈ ഒമാൻ്റെ വടക്കൻ ഭാഗം ഒറ്റപ്പെട്ട് നിൽക്കുന്ന, തള്ളി നിൽക്കുന്ന, ടെറിട്ടോറിയൽ കണ്ടിന്യൂറ്റി ഇല്ലാത്ത ഭാഗത്തിനും ഒമാൻ്റെ മെയിൻ ലാൻഡിനും ഇടയിലുള്ള ഭാഗമാണ് UAEയുടെ ഫിജൈറ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു ടോപ്പോഗ്രഫി, അവിടുത്തെ ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ ബേസ് അങ്ങനെയാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ, മേൽപ്പറഞ്ഞ 8 രാജ്യങ്ങൾ, GCCയിലെ 6 രാജ്യങ്ങളും GCCക്ക് പുറത്തുള്ള ഇറാഖും ഇറാനും ചേർന്നല്ലേ തീരുമാനിക്കേണ്ടത്? ആ രാജ്യത്തിൻ്റെ കപ്പലുകൾക്ക് ഒരു രീതിയിലുള്ള ചുങ്കവും ചുമത്തേണ്ട കാര്യമില്ലല്ലോ. അവരെല്ലാം തന്നെ പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി അതിർത്തി പങ്കിടുന്ന ജല അതിർത്തിയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടേതാണ് പേർഷ്യൻ ഗൾഫ്. അങ്ങനെ പറഞ്ഞാൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും 22 നോട്ടിക്കൽ മൈൽസ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, അത് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും പലതും കൺവേർജ് ചെയ്യുന്നു. ഈ എക്കണോമിക് സോൺസ് തന്നെ പരസ്പരം കൺവേർജ് ചെയ്യുന്നു. ഇറാൻ്റെ എക്കണോമിക് സോണും ഒമാൻ്റെയും UAEയുടെയും എക്കണോമിക് സോൺസും കൺവേർജ് ചെയ്യുന്നു. അവിടെയൊക്കെയുള്ള ചില ദ്വീപുകളിൽ അവകാശങ്ങൾ, ഇറാനും UAEയും ഒക്കെ പരസ്പരം അവകാശം ഉന്നയിക്കുന്ന ദ്വീപുകളുണ്ട്. അതേക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നതുമാണ്. അപ്പം ഇവരെല്ലാം തമ്മിലൊരു ധാരണ ഉണ്ടാകണമെങ്കിൽ ഇറാൻ ആദ്യം പറയുന്നത് അമേരിക്കയുടെ സാന്നിധ്യം ഉണ്ടാവരുത്. ഈ കോളനിയിൽ, ഈ കമ്മ്യൂണിറ്റിയിൽ, ഈ പ്രദേശത്തെ ബാഹ്യശക്തികൾ ഉണ്ടാവേണ്ട. അമേരിക്കയും ഉണ്ടാവേണ്ട, ഇസ്രയേലും ഉണ്ടാവേണ്ട. ഇസ്രയേൽ എന്തുകൊണ്ട് ഉണ്ടാവേണ്ട? മെഡിറ്ററേനിയൻ കടലിനോടാണ് ഇസ്രയേലിന് ആഭിമുഖ്യം. അല്ലാതെ ഈ ഹോർമൂസ് ഭാഗത്തോ അത് അല്ല എങ്കിൽ പേർഷ്യൻ ഗൾഫുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമല്ല ഇസ്രയേൽ എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇസ്രയേലിന് അവിടെ കാര്യമില്ല, അമേരിക്കയ്ക്കും കാര്യമില്ല. അതിർത്തിയുള്ള രാജ്യങ്ങൾ തീരുമാനിക്കട്ടെ. പ്രത്യേകിച്ച് ആദ്യം ചർച്ച ചെയ്യുന്ന ഒമാൻ ആൻഡ് ഇറാൻ ചേർന്ന ഒരു ധാരണയിലെത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആവാം ധാരണ. ഇങ്ങനെ ആകും എന്ന് പറയാൻ ഞാൻ ആളല്ല, ഇങ്ങനെ ആവും എന്ന് തെളിച്ചു പറയാനുമാവില്ല. പല നിർദ്ദേശങ്ങൾ വരുന്നതിൽ ചില നിർദ്ദേശങ്ങൾ മാത്രം പരിഗണിക്കാം. നിർദ്ദേശം ഇങ്ങനെയാണ്: നിലവിൽ ഒരു ടോളുമില്ലല്ലോ. സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ടോൾ സമ്പ്രദായം ഏർപ്പെടുത്തും. ഒരു ടോളും ഉണ്ടാവില്ല. പേർഷ്യൻ ഗൾഫിലേക്ക് കടന്നു വരുന്ന ആ പ്രദേശത്തെ 8 രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഒരു ടോളും ബാധകമാവില്ല. അവർക്ക് യഥേഷ്ടം അവരുടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാം, പുറത്തേക്ക് പോകാം, അകത്തേക്ക് വരാം. പക്ഷെ മറ്റ് രാജ്യങ്ങൾ, മുഖപക്ഷമില്ലാതെ മറ്റ് രാജ്യങ്ങൾ, അത് അമേരിക്ക ഉൾപ്പെടെയുള്ള, റഷ്യ ഉൾപ്പെടെയുള്ള, ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ, അതെല്ലാവർക്കും ബാധകമാക്കണം. ആ രാജ്യം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അകത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു ധാരണയുണ്ടാകണം. ഒരു GCC+2 എന്നൊരു ധാരണയുണ്ടാക്കണം. ഈ രാജ്യങ്ങളുടെ ഒരു കൺസോർഷ്യം ആ പ്രദേശത്തെ ആകമാന കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു കൗൺസിലായി രൂപപ്പെടണം. അതിൽ പ്രധാനപ്പെട്ട റോൾ ഇറാൻ, UAE ആൻഡ് ഒമാൻ ആയിരിക്കും. കാരണം അവിടെയാണ് ഹോർമൂസ് ഭാഗത്തെ രാജ്യങ്ങൾ. അതാണ്. മറ്റേതൊന്നും സൗദി അറേബ്യക്കൊക്കെ ഹോർമൂസ് എന്ന് പറയാനാവില്ല, പേർഷ്യൻ ഗൾഫ് എന്ന് മൊത്തത്തിൽ പറയാനേ ആവൂ. അതുകൊണ്ടാണ് ആ രാജ്യങ്ങൾ തീരുമാനിച്ചാൽ ഒരുപക്ഷെ നാമമാത്രമായ ഒരു ചുങ്കം പിരിച്ചുകൊണ്ട്, ടോൾ ഈടാക്കിക്കൊണ്ട് കപ്പലുകൾക്ക് വരാം. പക്ഷേ ഇറാൻ കടുംപിടുത്തം തുടരുകയാണ് എന്ന് കരുതുക. അതായത് തങ്ങളുടെ നിയന്ത്രണത്തിലാവണം ഹോർമൂസ്. ഒരിക്കലും അത് അംഗീകരിക്കപ്പെടില്ല. ഇറാൻ്റെ മാത്രം നിയന്ത്രണത്തിൽ ഒരു കടലിടുക്ക് ഉണ്ടാവാനാവില്ലല്ലോ. അതുകൊണ്ട് ഇറാൻ്റെയും ഒമാൻ്റെയും UAEയുടെയും ഒക്കെ
ഒരു മേൽനോട്ടത്തിൽ ഒരു സമിതി ഉണ്ടാവുകയും എല്ലാ രാജ്യങ്ങൾക്കും പ്രോഫിറ്റ് ഷെയറിംഗ് വേണ്ടി വന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും 8 രാജ്യങ്ങൾക്കും അവരവരുടെ അർഹതയനുസരിച്ച് തീരപ്രദേശത്തിൻ്റെ ഘടനയനുസരിച്ച് പ്രോഫിറ്റ് വിതരണം ചെയ്യുകയും ചെയ്യാനുള്ള സംവിധാനം ഒരുപക്ഷെ ആത്യന്തികമായി അംഗീകരിക്കപ്പെട്ടേക്കാം. ഇപ്പോൾ നിർദ്ദേശങ്ങളാണ്, ഒരുപാട് നിർദ്ദേശങ്ങളല്ലേ, ചർച്ചകളിൽ വരുന്ന ഒരുപാട് നിർദ്ദേശങ്ങളല്ലേ, ഈ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കപ്പെടുമെന്ന് ഉറപ്പില്ലല്ലോ. അതാണൊന്ന്. 2, അപ്പോൾ മറ്റു രാജ്യങ്ങളോ? മറ്റു രാജ്യങ്ങൾക്ക് അലോസരമുണ്ടാവാം, ഇന്ത്യക്ക് അലോസരമുണ്ടാവാം, ചൈനയുടെ ആവശ്യത്തിന് നല്ലൊരു പങ്ക് ഇറാനിൽ നിന്നാണ് എണ്ണ വരുന്നത്. അപ്പോൾ ഇറാനും ലേശം ബുദ്ധിമുട്ടുണ്ടാവും. ചൈനീസ് കപ്പലുകൾ വൻതോതിൽ വരുന്നു, എണ്ണ കൊണ്ടുപോകുന്നു. പക്ഷേ ഇറാനിയൻ കപ്പലുകൾക്ക് പോകാം കേട്ടോ. അപ്പോൾ മാരിടൈം സാധ്യതയുണ്ട്. ഈ രാജ്യങ്ങൾക്ക് കൂടുതൽ കപ്പലുകൾ നിർമ്മിക്കാനും ആ കപ്പലുകൾ ഉപയോഗിച്ച് ഇറാനിയൻ ഫ്ലാഗിലുള്ള കപ്പലുകൾക്ക് എണ്ണ കൊണ്ടുപോകാനും ഒക്കെയുള്ള സാധ്യത തെളിയിക്കണം. അപ്പോൾ ഇത് ഈ ഒരു വാള് 2 ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് ഓർക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനൊക്കും, അനുകൂലമാക്കി വേണമെങ്കിലും എടുക്കാൻ കഴിയും. പക്ഷേ ഹോർമൂസിൻ്റെ പൂർണ്ണമായ ഒരു മേൽനോട്ടവും നിയന്ത്രണവും മേഖലയിലെ രാജ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ ഒരു പക്ഷേ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യക്കും അമേരിക്കയ്ക്കും മനസ്സോടെ സമാധാനമായി അത് പരിഹരിക്കുന്നെങ്കിൽ അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അംഗീകരിക്കേണ്ടി വന്നേക്കാം. എല്ലാവർക്കും സ്വീകാര്യമാവില്ല, പക്ഷേ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് അംഗീകരിക്കേണ്ടി വന്നേക്കാം. അതാവാം ഒരുപക്ഷെ ഹോർമൂസിലുള്ള ഗതാഗതത്തിൻ്റെ ഒരു പരിഹാര മാർഗം. കാരണം ആ ഗതാഗതം ഒന്ന് പരിഷ്കരിച്ചിട്ട് വേണ്ടേ, ഒന്ന് സുഗമമാക്കിയിട്ട് വേണ്ടേ ഈ ചെങ്കടൽ മേഖലയും ശാന്തമാക്കാൻ. അതിന് പ്രത്യുപകാരമായി ഇവരൊക്കെ ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. സൗദി പ്രത്യേകിച്ചും ഹൂതികളെ നിലയ്ക്ക് നിർത്തണം. ഇറാൻ കൂടി വിചാരിച്ചാലേ പറ്റൂ. ഹൂതികൾ പറയുന്നു തങ്ങൾ സൗദി അറേബ്യ ആക്രമിച്ചത് അവരിങ്ങോട്ട് ആക്രമിച്ചത് കൊണ്ടാണ് എന്നാണ് സൗദി പറയുന്നത്. സൗദി അറേബ്യ ഏകപക്ഷീയമായി സന വിമാനത്താവളത്തിന് നേരെ ഒരു ആക്രമണം നടത്തി. ഹൂതി നേതാക്കൾ അയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ അവരെ അപായപ്പെടുത്താൻ വേണ്ടി സന വിമാനത്താവളം ബോംബ് എറിഞ്ഞ് കുഴിച്ചു മറിച്ച് നാശമാക്കി വെച്ചു. അതിനുള്ള പ്രതികാര നടപടി എന്ന നിലയിലാണ് ഹൂതികൾ സൗദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയതും പിന്നീട് സൗദി അറേബ്യയ്ക്ക് നേരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ചതും. 2 സൗദി കപ്പലുകളെ ആക്രമിച്ച ഒരു പശ്ചാത്തലമാണ്. 2 ദിവസം മുൻപ് സൗദി കപ്പലുകൾ എണ്ണ ടാങ്കറുകൾ ആക്രമണ വിധേയമായി. സൗദി അറേബ്യ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ യമൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത്, പ്രത്യേകിച്ച് ആ ബാബ് എൽ മന്ദേബ് എന്ന ചെങ്കടലിലേക്കുള്ള പ്രവേശന ദ്വാരത്തിന് അടുത്തുള്ള ഹൊദൈദ തുറമുഖത്ത് വലിയ രീതിയിൽ ബോംബാക്രമണം നടത്തി. അതിനുള്ള മറുപടി എന്ന നിലയിൽ ഹൂതികൾ സൗദി അറേബ്യയുടെ അരാംകോ വലിയ അറബ് അമേരിക്കൻ ഓയിൽ കമ്പനിയാണ്, അവിടുത്തെ 2 എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി. 2 സൗദി പട്ടണങ്ങളുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ഹൂതികൾ മിസൈൽ അയച്ചു, ആക്രമണം നടത്തി. നഷ്ടത്തിൻ്റെ തോതിനെക്കുറിച്ച് ഇതുവരെ ഒരു കൃത്യമായ ധാരണ ഇല്ല. അതുകൊണ്ട് ചെങ്കടൽ മേഖല കൂടി കലുഷിതമാവുകയാണ് എങ്കിൽ പേർഷ്യൻ ഗൾഫിനെയും ചെങ്കടലിനെയും ചേർത്ത് വായിച്ചെങ്കിലേ പറ്റൂ. 2ഇടത്തും സൗദി താല്പര്യങ്ങളുണ്ട്. മറ്റു രാജ്യങ്ങൾക്ക് ചെങ്കടലിൽ ഒരു പക്ഷേ താല്പര്യം ഉണ്ടാവില്ല, UAEക്കോ. പക്ഷേ UAEയിലെ എണ്ണയാണെങ്കിലും വളഞ്ഞു കൊണ്ടുപോകണമെങ്കിൽ പേർഷ്യൻ ഗൾഫ് കടന്നു പോവുകയും ഹോർമൂസ് കടന്നു വരികയും പിന്നീട് ബാബൽ മന്ദേബിലേക്ക് പ്രവേശിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ യൂറോപ്പിലൂടെ, ചെങ്കടലിലൂടെ, സൂയസ് കനാലിലൂടെ മെഡിറ്ററേനിയൻ സീയിലെത്തി യൂറോപ്പിലേക്ക് എണ്ണ വിതരണം നടക്കൂ. അല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും നേരിട്ടോ അല്ലാതെയോ ചെങ്കടൽ മുഖേനയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സും അല്ലാത്തവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിനെയൊക്കെ ഒരു കോംപ്രഹെൻസീവ് പാക്കേജായി മാറ്റിയെടുക്കാൻ കഴിയുമോ? ഒരുപക്ഷെ ഹോർമൂസ് മാത്രമല്ല, ചെങ്കടൽ കൂടി ചേർത്തുകൊണ്ട് ഹൗതികളെയും കോൺഫിഡൻസിലെടുത്തുകൊണ്ട് യമനെയും കോൺഫിഡൻസിലെടുത്തുകൊണ്ട് സാധിക്കുമോ? അപ്പോൾ വീണ്ടും 2 രാജ്യങ്ങൾ കൂടി വരികയാണ്. യമൻ എന്ന രാജ്യവും വിമത വിഭാഗമായ ഹൂതികളും. അവർക്ക് ഒരു രാജ്യപദവി ഇല്ല എന്നോർക്കണം. ഹൂതികൾക്ക് ആ രീതിയിൽ ഔപചാരികമായി രാജ്യപദവി ഇല്ല എന്നോർക്കണം. അവരെ ഉൾപ്പെടെ ചർച്ചകൾക്ക് പങ്കാളിയാക്കുമോ? ഒരുപക്ഷെ ഇറാൻ്റെ ആവശ്യം അതായിരിക്കാം. അതുകൂടി ചെങ്കടൽ മേഖല കൂടി ചേർത്തുകൊണ്ടുള്ള സമഗ്രമായ പെനിൻസുലാർ ട്രീറ്റി. എന്താണ് പെനിൻസുല എന്ന് പറയുന്നത്? അറേബ്യൻ പെനിൻസുല. അത് ഏഷ്യയുടെ വൻകരയിൽ നിന്നും ഇന്ത്യ ഒരു സബ് കോണ്ടിനെൻ്റൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പെനിൻസുല പോലെയല്ലേ, തെക്കോട്ട് നിൽക്കുന്ന ഇന്ത്യൻ ഓഷ്യനിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗം, കരയുടെ ഭാഗം എന്ന് പറയുന്നത് പോലെ സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളും, യമൻ, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, UAE, ഈ രാജ്യങ്ങളെല്ലാം തന്നെ പെനിൻസുലർ അറേബ്യയുടെ ഭാഗമാണ്. ഈ പെനിൻസുലാർ ട്രീറ്റി എന്ന രീതിയിൽ പെനിൻസുലയുടെ വടക്കൻ ഭാഗത്തെയും തെക്കൻ ഭാഗത്തെയും കിഴക്കൻ ഭാഗത്തെയും സമഗ്രമായി യോജിപ്പിച്ചുകൊണ്ട് 2 കപ്പൽ പാതകളെയും, അതായത് ചെങ്കടലിലേക്കുള്ള കപ്പൽ പാത, അത്
ബാബൽ മന്ദേബിലൂടെ കടന്നു പോകുന്നു, പേർഷ്യൻ ഗൾഫിലേക്കുള്ള കപ്പൽപാത ഹോർമൂസിലൂടെ കടന്നു പോകുന്നു. ഈ രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പരിഹാരം, മറ്റ് രാജ്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട്, അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു പരിഹാരം എന്ന ഒരു ചിന്ത ഇറാൻ്റെ മനസ്സിലുണ്ടാവണം. എങ്കിൽ മാത്രമേ ഭാവിയിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങൾക്ക് മാറി ചിന്തിക്കാനൊക്കൂ. അവിടെ ഒരു പരിഹാരമുണ്ടായാൽ അമേരിക്കയുടെ കാര്യം പിന്നെ അവിടെ ഉണ്ടാവില്ല. കാരണം അമേരിക്കയ്ക്ക് അവിടെ പ്രശ്നം പരിഹരിക്കാൻ സൈന്യങ്ങളെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ആ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം പരിഹരിച്ചുകൊള്ളുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നപരിഹാര കൗൺസിൽ ഉണ്ടാകും. ഈ രാജ്യങ്ങൾ ഈ ധാരണ നഷ്ടപ്പെട്ടാൽ ഈ രാജ്യങ്ങൾക്ക്, GCC രാജ്യങ്ങൾക്ക് അമേരിക്കയെ സമീപിക്കാം, അമേരിക്കയ്ക്ക് രംഗത്ത് വരാം. അതിനിപ്പോഴും വലിയ താവളം ഇറാൻ ഈ രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചങ്ങ് കീഴടക്കി കളയുമെന്ന ചിന്തയൊന്നും ഈ രാജ്യങ്ങൾക്കും ഇല്ല കേട്ടോ. ഇറാനിൽ നിന്നും നിരന്തരമായ മിസൈൽ വർഷം ഉണ്ടാകുമെന്നല്ലാതെ ഇറാനിയൻ ആർമി കയറി ഗൾഫ് രാജ്യങ്ങളെല്ലാം അങ്ങ് പിടിച്ചെടുക്കും, GCC മേഖല, സൗദി ഉൾപ്പെടെയുള്ള മേഖല അങ്ങ് പിടിച്ചടക്കി കളയും എന്ന ഒരു സൂചനയുമില്ല. ഒരിക്കൽ പോലും ഇറാൻ അങ്ങനെ ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷന് വേണ്ടി ചരിത്രപരമായി നിന്നിട്ടില്ല. ഒരിക്കൽ പോലും ഒരു രാജ്യത്തിൻ്റെയും അതിർത്തി തുറന്നുകൊണ്ട് ആക്രമിച്ച ഒരു പാരമ്പര്യമില്ല. 1979 മുതൽ ഇതുവരെയുള്ള ഇപ്പോഴത്തെ ഭരണകൂടമാകട്ടെ, ഷായുടെ കാലത്തെ ഭരണകൂടമാകട്ടെ, മോഡേൺ ഇറാൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ആരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ സാന്നിധ്യം ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു വലിയ സമഗ്രമായൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അമേരിക്കൻ താവളങ്ങൾ ഒന്നൊന്നായി അടച്ചുപൂട്ടുകയും അല്ലെങ്കിൽ അവിടുത്തെ എണ്ണം കുറച്ചുകൊണ്ട് വരികയും ഒക്കെ ചെയ്യുക എന്നതാണ് ആത്യന്തികമായ പരിഹാര മാർഗം എന്നതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രായോഗികമായ മാർഗം. അത് അത്ര എളുപ്പം സാധ്യമാണ് എന്ന ചിന്തയൊന്നും എനിക്കില്ല. അത് ദീർഘമായ ചർച്ചകൾ വേണ്ടിവരും, ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, പൊരുത്തപ്പെടുകൾ വേണ്ടിവരും, ലോകരാഷ്ട്രീയം തന്നെ മാറിയും. അങ്ങനെയെങ്കിൽ സുഗമമായി നടക്കുകയാണെങ്കിൽ ആ പ്രദേശ ലോകത്തെ ഏറ്റവും വികസിതമായ മേഖലയായി മാറും. ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാം. അവിടെ പ്രശ്നകലുഷിതമല്ല. ഇറാനിൽ പോലും തൊഴിൽ ലഭിക്കാനുള്ള അന്തരീക്ഷമുണ്ടാകും. ഇറാൻ്റെ റീകൺസ്ട്രക്ഷന് ഒരുപാട് അവസരങ്ങളില്ലേ. ഇന്ത്യയുടെ എൻജിനീയേഴ്സ്, ടെക്നീഷ്യൻസ്, വർക്ക് ഫോഴ്സ്, ബിൽഡേഴ്സ്, ഇവർക്കൊക്കെ തന്നെ ഇറാനിലും വലിയ രീതിയിൽ, ഇറാൻ വൻ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ്. അവിടെ വേണ്ട രീതിയിൽ എണ്ണ ഉത്പാദനവും വിതരണവും നടക്കുന്നില്ല. അത് നടന്നു കഴിഞ്ഞാൽ വലിയ ഒരു സാധ്യതയാണ് ഇന്ത്യയിൽ നിന്ന് പ്രവാസികളായി പോകാൻ വലിയൊരു വിഭാഗമുണ്ടാവും. അതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഈ ഇറാൻ പക്ഷം പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇസ്രായേൽ പക്ഷം പിടിച്ചുകൊണ്ടോ ജയ് വിളിച്ച് ഗ്വാ വിളിക്കുന്ന ഒരു മനോഭാവത്തിൽ നിന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരും എല്ലാവരും അവിടെ നിന്നും മാറി ചിന്തിക്കാനുള്ള സമയമായില്ലേ. ഇത് പക്ഷം പിടിക്കേണ്ട കാര്യമല്ലല്ലോ. ഒരു പക്ഷമല്ലേ ഉള്ളൂ. അത് സമാധാനത്തിൻ്റെ പക്ഷമല്ലേ, സമൃദ്ധിയുടെ പക്ഷമല്ലേ, ഈ വീടുകളിൽ തീ പുകയുന്നതൊരു പക്ഷമല്ലേ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. പേർഷ്യൻ ഗൾഫിൽ സമാധാനം ഉണ്ടാകട്ടെ. ഒമാൻ ഇറാൻ ചർച്ച വിജയിക്കുകയും അത് അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും കണ്ണു തുറക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.